അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലേ, എല്ലാവരും ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് മടുത്തിരിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നല്ലേ. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാവോ? ഒരു ജസ്റ്റ് ഒരു 2 സെക്കൻഡ് നേരത്തേക്ക്. ഇരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗയം ബൈനഹും വമൻ യക്ഫുർ ബിആയാതില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ പ്രായത്തിലാണ്. പലരും പറയാറുണ്ട് നമ്മുടെ കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്നൊരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തുന്നൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാരം അല്ലേ. നമുക്കിന്ന് എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും അത് നടക്കുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് അത് കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്ന പ്രായം എന്ന് ഈ പ്രായത്തെപ്പറ്റി പറയാനുള്ളൊരു കാരണം. അതുമാത്രമല്ല, ഈ പ്രായത്തിൽ നമുക്കുണ്ടാകുന്ന സൗഹൃദങ്ങൾ, ജീവിതത്തിലെ സംഭവവികാസങ്ങൾ, അധ്യാപകർ, ഗുരുനാഥന്മാർ, ജീവിതത്തിലെ ചെറിയതും വലുതുമായ സംഭവങ്ങൾ, ഇതൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോവാറില്ല. അങ്ങനെ അതൊരു ഈ പ്രായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അല്ലേ. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തവണ കേട്ട് പഴകിയ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? ജീവിതത്തിൽ എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഒരു ചോദ്യം അല്ലേ. ജീവിതത്തിൽ ആരാവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നൊരു ചോദ്യം നമ്മളത് പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. ആ ചോദ്യം കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ജീവിതത്തിൽ എന്താവാനാണ്, ആരാവാനാണ് ആഗ്രഹം എന്നൊരു ചോദ്യം നമ്മുടെ 1ാം ക്ലാസ് മുതൽ നമ്മുടെ 12ാം ക്ലാസ് വരെയുള്ള ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരവും നൽകിയിട്ടുണ്ട്. പലരും പറയും എനിക്ക് ഡോക്ടർ ആവാനാണ്, എനിക്ക് എൻജിനീയർ ആവാനാണ്, എനിക്ക് കളക്ടർ ആവാനാണ്. അങ്ങനെ പല പല ആഗ്രഹങ്ങൾ നമ്മളിൽ പലരും പ്രകടിപ്പിക്കാറുമുണ്ട് അല്ലേ. എന്നോടും ഇത് പണ്ടൊരിക്കലും ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, എന്താവാനാണ് നിനക്കിഷ്ടം? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കന്ന് പ്രത്യേകിച്ച് എന്താവണമെന്ന് മനസ്സിലൊരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. ആ രീതിയിലൊരു മറുപടിയാണ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് മീൻ കച്ചവടക്കാരനായാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ കൂടെയുള്ളവരെല്ലാവരും ചിരിച്ചു. അദ്ദേഹം കാരണം ഒരു ചെറിയൊരു പരിഹാസ രൂപത്തിലാണ് അന്ന് അദ്ദേഹം എന്നോടത് ചോദിച്ചത്. പക്ഷെ ഒരിക്കലും ഞാനതിന് ഒരു ഇളം പുഞ്ചിരി അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും നൽകിയില്ല. കാരണം ആ പരിഹാസത്തിനൊരു മറുപടി ജീവിതം കൊണ്ടാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ മറുപടിക്ക് വേണ്ടി ഞാൻ എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലുടനീളം ഞാനത് പരിശ്രമിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ ചോദ്യം നമുക്ക് പരിചിതമാണ്. ജീവിതത്തിൽ എന്താവാനാണ് നമുക്ക് ആഗ്രഹം എന്നുള്ള ചോദ്യം. എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു വ്യത്യസ്തമായൊരു ചോദ്യമാണ്. എങ്ങനെ മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അല്ലേ? നിങ്ങളോട് ഇതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. എങ്ങനെ മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അല്ലേ? രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്, എപ്പോൾ മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? മൂന്നാമതൊരു ചോദ്യം കൂടിയുണ്ട്, എവിടെ വെച്ച് മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? ജീവിതത്തിൽ ഒരിക്കലും ഒരാളും നിങ്ങളോട് ഈ ചോദ്യം ഇതുവരെ ചോദിച്ചു കാണില്ല എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങളെങ്കിലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവത്തെപ്പറ്റി, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് നമ്മൾ മറുപടിയായി നൽകേണ്ടതെന്ന് സ്വമേധയാ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ ചോദ്യത്തെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചവർ ഒന്ന് കൈവക്കാവോ? ഈ ചോദ്യം, എങ്ങനെയാണ് ഞാൻ മരിക്കേണ്ടത് എന്ന്, എപ്പോഴാണ് ഞാൻ മരിക്കേണ്ടത് എന്ന്, എവിടെ വെച്ചാണ് ഞാൻ മരിക്കേണ്ടത് എന്ന്, എന്തുത്തരമാണ് നിങ്ങൾക്കുണ്ടാവുക? നിങ്ങൾ എന്തുത്തരമാണ് ഇതിന് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ആരെങ്കിലും ഒരാൾ പറയാവോ? എന്നാൽ വേണ്ട, ഞാൻ പറയാം. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനിൽ ഇതിൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഡയറക്റ്റായിട്ടും ചില ചോദ്യങ്ങൾക്ക് അതിൻ്റെ സൂചനകളുമായിട്ടും ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ PK സക്കരിയ സലാഹി 1ാമത്തെ ആയത്തായിട്ട് ഇവിടെ ഓതിയത്. അദ്ദേഹത്തിൻ്റെ സെഷനിൽ 1ാമത്തെ ആയത്തായിട്ട് അദ്ദേഹം ഓതിയ 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ആയത്തിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏത് ആയത്തെന്ന്? നമ്മൾ നിരന്തരം കുത്തുബുകളിൽ കേൾക്കാറുള്ള ആയത്താണ്. നമ്മൾ വെള്ളിയാഴ്ച കുത്തുബുകളിൽ, ജുമുഅ കുത്തുബുകളിലൊക്കെ കേൾക്കാറുള്ള ഒരു ആയത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? 1ാമത്തെ ചോദ്യം, എങ്ങനെ മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അല്ലേ? സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 102ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന
ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങളാരും മരിക്കാൻ ഇടവരരുത് എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ഏതൊരവസ്ഥയിൽ മരിക്കാനാണ് നമ്മളോട് അള്ളാഹ് പറയുന്നത്? മുസ്ലിമായ അവസ്ഥയിൽ മരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, ഞാൻ മുസ്ലിമാണല്ലോ, എൻ്റെ പേര് അബൂബക്കർ എന്നാണ്, എൻ്റെ പേര് ആയിഷ എന്നാണ്, എൻ്റെ പേര് ആമിന എന്നാണ്, എൻ്റെ പേര് സൽമാൻ എന്നാണ്, അല്ലേ? പക്ഷേ അള്ളാഹ് ഉദ്ദേശിക്കുന്ന മുസ്ലിം നമ്മുടെ OBC മുസ്ലിം അല്ല, സർട്ടിഫിക്കറ്റിലെ മുസ്ലിം സ്റ്റാറ്റസ് അല്ല അള്ളാഹ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഇത് കാലലഹു, ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറയുന്നത് ഒരു വർത്തമാനം നമുക്ക് സൂറത്തുൽ ബക്കറയിൽ വായിക്കാം. ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിയാണ്, അല്ലേ? ഊലുൽ അസ്മിൽപ്പെട്ട മഹാനായ ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തോട് പോലും അള്ളാഹ് പറയുന്നത് അസ്ലിം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? കീഴൊതുങ്ങുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുക എന്നതാണ് അസ്ലിം എന്നുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത്. അപ്പോൾ പേര് കൊണ്ട് മുസ്ലിം ആവുക എന്നുള്ളതിലുപരി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നതാണ് അസ്ലംതു ലിറബ്ബി ഖൂലു അസ്ലിം എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രയോഗം കൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എങ്ങനെയുള്ളവരാവാൻ ശ്രമിക്കണം? എങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കണം? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ജീവിതം കൊണ്ട് അസ്ലിമാവാൻ, കീഴൊതുങ്ങാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാൻ നമ്മൾ എപ്പോഴും തയ്യാറാവണം എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി രണ്ടാമതൊരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് വെച്ചിരുന്നു. അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ചോദ്യം എന്തായിരുന്നു? പറയൂ, ആരെങ്കിലും പറയൂ. എപ്പോ മരിക്കാനാണ് നമുക്ക് ആഗ്രഹം? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എപ്പോ മരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? എപ്പോ മരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലേ? ആരെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നുള്ളതിനെപ്പറ്റി, എപ്പോഴായിരിക്കണം നമ്മുടെ മരണം എന്നതിനെപ്പറ്റി? എന്നാൽ സൂറത്ത് ആലി ഇംറാനിൻ്റെ 145 ആയത്തിൽ ഇതിലേക്ക് മറുപടി നൽകുന്ന ഒരു സൂചന അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നറിയോ? അത് കേട്ടോ നിങ്ങൾ? ആയത്ത് വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല വമൻ യുരിദ് സവാബദ് ദുനിയാ നുഅതിഹി മിൻഹാ വമൻ യുരിദ് സവാബൽ ആഖിറ നുഅതിഹി മിൻഹാ വസനജ്സി ശാകിരീൻ. വമാ കാന ലിനഫ്സിൻ അൻ തമൂത്, ഒരു നഫ്സിനും മരിക്കാൻ കഴിയുകയില്ല തന്നെ, ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല, അള്ളാഹ് നിശ്ചയിച്ച ഒരു സമയമെത്താതെ നമുക്കൊരാൾക്കും മരിക്കാൻ കഴിയില്ല. അപ്പോൾ അതായത് നമ്മുടെ മരണത്തിൻ്റെ സമയത്തെപ്പറ്റി നമ്മളൊരാൾ ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്ന് പറയുന്നത് ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല, നിർണിതമായി അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി എത്തിയാലല്ലാതെ നമുക്കാർക്കും മരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മരണത്തിൻ്റെ സമയം നമ്മളോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിൻ്റെ അറിവ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എവിടെ വെച്ച് മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? എവിടെ വെച്ച് മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പലരും പറയും ഹറമിൽ വെച്ച് മരിക്കാനാണ്, പലരും പറയും മദീനയിൽ വെച്ച് മരിക്കാനാണ്, ഇല്ല, പല ഉത്തരങ്ങളും പറയും. എന്നാൽ സൂറത്തുൻ നിസാഇൻ്റെ 78 ആയത്ത് പരിശോധിച്ചാൽ നമുക്കിതിന് മറുപടി അവിടെ കാണാൻ സാധിക്കും. ഇതിൽ എവിടെ വെച്ച് മരിക്കണമെന്നല്ല, ഇതിനെപ്പറ്റി ചെറിയൊരു സൂചനകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അയ്നമാ തക്കൂനു യുദ്രീക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങളുടെ മരണത്തിൻ്റെ സ്ഥലം എവിടെയാണ് എന്നുള്ളതിൽ യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ ഏതൊരാദർശത്തിലാണ് ജീവിക്കുന്നത്, ഏതൊരാദർശത്തിലാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? നിങ്ങൾ കെട്ടിയുറത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. എവിടെ വച്ച് മരിക്കും എന്നുള്ളതിലല്ല, മരണത്തിൻ്റെ സമയമെത്തിയാൽ നമ്മൾ അള്ളാഹു തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. എങ്ങനെ മരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമിന്, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങളാരും മരിക്കരുത് എന്നാണ് അള്ളാഹ് നമ്മളോട് ഉണർത്തുന്നത്. അപ്പോൾ ഈ വലാ തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിം എന്നുള്ള ആ ആയത്തിൻ്റെ പ്രഖ്യാപനത്തിന് മറുപടി നൽകിക്കൊണ്ട് ധാരാളം ആളുകൾ, അല്ലേ, നമ്മുടെ മുൻഗാമികളായ ധാരാളം ആളുകൾ, അവർ മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ അമുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ആ പ്രഖ്യാപനത്തിന് സ്വന്തം ജീവിതം കൊണ്ട് മറുപടി നൽകാൻ ധാരാളം ആളുകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുമുണ്ട്.
അപ്പോൾ അതിൽപ്പെട്ട ഏതാനും ചില അമുസ്ലിമീങ്ങളായ വ്യക്തികളുടെ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ വ്യക്തിയാണ് റൂബൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാണ് ഒന്നാമത്തെ വ്യക്തി, റൂബൻ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പേര് അബൂബക്കർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിനിട്ട പേര് റൂബൻ എന്നാണ്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനായ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു റൂബൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹം വിവരിക്കുന്നുണ്ട് വിശദമായി. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിലാദ്യം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ജീവിതത്തിൽ വഴിത്തിരവാകുന്ന പല സംഭവങ്ങളും നടക്കുന്നത് ഞാൻ എൻ്റെ 1ാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന സമയത്താണ്. അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന പല സംഭവങ്ങളും സംഭവിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആ വർഷം എൻ്റെ പാരൻസ് ഗോട്ട് സെപ്പറേറ്റഡ്, അവർ ഡൈവേഴ്സായി, എൻ്റെ മാതാപിതാക്കൾ ഡൈവേഴ്സായി. ദെൻ മൈ പെറ്റ് ഡോഗ് ഡൈഡ്, എൻ്റെ വളർത്തുനായ ചത്തുപോയി. ദെൻ ഐ ഹാഡ് 2 കാർ ആക്സിഡൻറ്റ്സ് വിത്തിൻ ദ സ്പാൻ ഓഫ് 1 വീക്ക്. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2 കാർ ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. അതിൽ 2ലും എനിക്ക് സ്ക്രാച്ച്, അതായത് ഒടിവുകളുണ്ടായി, എല്ലിന് ഒടിവുകളുണ്ടായി. അങ്ങനെ കാര്യമായ സാരമായി പരിക്കേറ്റ 2 കാർ ആക്സിഡൻറ്റുകളാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഹാഡ് എ ഫ്രണ്ട് ഹൂ പാസ്ഡ് അവേ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. നോക്കൂ, ഒരാളുടെ ജീവിതത്തിലേക്ക് തന്നെ വളരെ ഒരു 6 മാസത്തെ കാലയളവിനുള്ളിൽ തന്നെ സംഭവിച്ച സംഭവങ്ങളാണ് ഇതെല്ലാം. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഡൈവേഴ്സായി, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി, അദ്ദേഹത്തിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2 കാർ ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. അങ്ങനെ ഇതൊക്കെ വന്നപ്പോൾ അദ്ദേഹം മാനസികമായി ആകെ തളർന്നു. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, അതെന്താണെന്ന് അന്വേഷിച്ചറിയാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ അവസാനമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണവുമായി അദ്ദേഹം ആദ്യം തന്നെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ആദ്യമായി അദ്ദേഹം സമീപിക്കുന്നത് ക്രൈസ്തവ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയുമാണ്. അങ്ങനെ ക്രൈസ്തവ പണ്ഡിതന്മാരോടൊക്കെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള ചോദ്യവുമായി അദ്ദേഹത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള പള്ളികളിൽ, ചർച്ചുകളിൽ അല്ലെങ്കിൽ സെനഗോഗുകളിലൊക്കെ ചെന്നു അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചു. അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹം പറയാണ്, അവിടുത്തെ പണ്ഡിതന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് അവരുടെ യുക്തി കൊണ്ട് അവർക്ക് തോന്നിയ രീതിയിലാണ് മറുപടി പറയുക. ഒരാളും ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് അവരുടെ വേദഗ്രന്ഥം ബൈബിൾ, അവരുടെ വേദഗ്രന്ഥം റെഫർ ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. ഐ വാസ് ഷോക്ക്. ഞാൻ ടോട്ടലി ഷോക്കഡായി ഇവരുടെ മറുപടി കേട്ടിട്ട്. ഒരാൾ പറയുന്ന മറുപടിയല്ല മറ്റൊരാൾ പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ മറുപടികൾ കേട്ടിട്ട് അദ്ദേഹം ആകെ നിരാശനായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു മതങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ക്രിസ്ത്യാനിറ്റിക്ക് പുറമേയുള്ള മറ്റു മതങ്ങൾ എന്തെങ്കിലും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വീണ്ടും മറ്റു മതങ്ങളെ പറ്റിയൊക്കെ വിശദമായി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായി അദ്ദേഹം ചെന്നെത്തിയത് ബുദ്ധമതത്തിലാണ്. അങ്ങനെ ബുദ്ധമതത്തെ പറ്റി അദ്ദേഹം പഠിച്ചു. ദെൻ ജൈനമതത്തെ പറ്റി പഠിച്ചു. അങ്ങനെ യഹൂദമതത്തെ പറ്റി അദ്ദേഹം പഠിച്ചു. പക്ഷേ ഇവിടെ ഒന്നും അദ്ദേഹത്തിന് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ ലോകത്തുള്ള മറ്റ് പ്രമുഖ മതങ്ങളിലൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഹിന്ദുയിസം അദ്ദേഹം പഠിച്ചു, അല്ലേ? ഹിന്ദുയിസം അദ്ദേഹം പഠിച്ചു. ഈ ചോദ്യത്തിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ മറ്റു മതങ്ങൾക്കൊന്നും സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആകെ നിരാശനായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം ഒരു കോഫി ഷോപ്പിലിരുന്ന് ഈ അനുഭവം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അത് ചോദിക്കുന്നുണ്ട്, നീ ഏതൊക്കെ മതങ്ങളാണ് പഠിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബുദ്ധിസം പഠിച്ചു, ജൈനിസം പഠിച്ചു, ഹിന്ദുയിസം പഠിച്ചു, ക്രിസ്ത്യാനിറ്റി പഠിച്ചു. ഇവിടെ ഒന്നും എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആ കൂട്ടുകാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ക്രൈസ്തവ കൂട്ടുകാരനാണ്, നീ ഇസ്ലാം പഠിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിനെ നീ പരിഗണിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് ഇസ്ലാമിനെ കൂടി പഠിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി കൂടി പഠിക്കാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ഒരു മുസ്ലിം ദേവാലയം അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങളോട് ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? നിങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാമോ അദ്ദേഹം അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ പ്രാവശ്യവും ഇവർ മറുപടി പറയുമ്പോൾ ദേ ആർ ആക്ച്വലി റെഫറിങ് സം ടെക്സ്റ്റ്, ദേ ആർ ഗോയിങ് ബാക്ക് ടു ദ സ്ക്രിപ്ചർ ഇൻ വിച്ച് ദേ ആർ പ്രിസ്ക്രൈബ്ഡ്. അതായത് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥത്തിലേക്ക് അവർ റെഫർ ചെയ്യുന്നത് കാണാൻ പറ്റി. അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സ്വന്തം കയ്യിൽ നിന്ന് ഉത്തരവിടാതെ അവർക്ക് അവതരിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമാക്കപ്പെട്ട, അവർക്ക് പഠിക്കണമെന്ന് അറിയിക്കപ്പെട്ട അവരുടെ വേദഗ്രന്ഥത്തിലേക്ക് റെഫർ ചെയ്യുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. മറ്റു സമുദായങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം മതത്തിൽ കാണാൻ തന്നെ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അതാണത്.
എന്ത് ചോദ്യം മുസ്ലിമുകളോട് ചോദിച്ചാലും ദേ ആർ ആക്ച്വലി ഗോയിങ് ബാക്ക് ടു ദെയർ സ്ക്രിപ്ചർ. അവർ ഖുർആനിൽ നിന്ന് അക്കോർഡിംഗ് ടു ചാപ്റ്റർ നമ്പർ 13 ആക്ച്വലി വേഴ്സ് നമ്പർ 40 എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി റെഫർ ചെയ്തിട്ടാണ് അവർ മറുപടി പറയുന്നത്. ഇത് അദ്ദേഹത്തിന് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി വിശദമായി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യത്യസ്തമായ റിസോഴ്സുകളിൽ യൂട്യൂബ്, വെബ്സൈറ്റ്സ്, ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ, അങ്ങനെ പല പല റിസോഴ്സുകൾ അദ്ദേഹം പരതി. അദ്ദേഹം തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പരതലുകൾക്കൊടുവിൽ അദ്ദേഹം ഒരു 3-4 മാസത്തെ പഠനത്തിനൊടുവിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് ലോകത്തൊരു സത്യമതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണെന്നും അദ്ദേഹത്തിന് അത് സ്വീകരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഉണർവുണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു രാത്രി അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല. കാരണം അദ്ദേഹം മറ്റൊരു മതത്തിലാണ് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിനൊടുവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെരയലിനൊടുവിൽ അദ്ദേഹത്തിന് ഇസ്ലാമാണ് സത്യം എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഞാനത് സ്വീകരിക്കില്ല എന്നുള്ള തീരുമാനവുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം അന്നുകൊണ്ട് തന്നെ അന്ന് രാത്രി ഒരു 11 മണി സമയത്ത് അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിൻ്റെ റൂമിലെ ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടു. അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, ഓ മൈ ഗോഡ്, ഐ നോ ഇസ്ലാം ഈസ് ദ ട്രൂത്ത്, ബട്ട് ഇഫ് ഐ വാണ്ട് ടു ആക്സെപ്റ്റ് ഇസ്ലാം ഐ വാണ്ട് ജസ്റ്റ് വൺ സൈൻ. എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം നീ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. ഒരു ചെറിയ അടയാളമാണ് ഞാൻ ചോദിക്കുന്നത്, വലുതൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്നിങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം അനങ്ങാതെ ഒരു 10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ റൂമിലിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അദ്ദേഹം അനങ്ങാതെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഈ അള്ളാഹ് എന്തെങ്കിലും അടയാളം കാണിച്ചു തരും, ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ചു തരുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം 10 മിനിറ്റ് അനങ്ങാതിരുന്നു. പക്ഷെ അദ്ദേഹം പറയാണ്, നത്തിങ് ഹാപ്പൻ, അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി നത്തിങ് മസ് ഹാപ്പൻ. ഒന്നും തന്നെ സംഭവിച്ചില്ല. 10 മിനിറ്റ് അനങ്ങാതെ ഇരുന്നു എന്നല്ലാതെ അദ്ദേഹം ചോദിച്ച ഒരടയാളവും, അദ്ദേഹം അടയാളം കൊണ്ട് ഉദ്ദേശിച്ചത് വലിയ അടയാളങ്ങളൊന്നുമല്ല, ചെറിയ അടയാളങ്ങളാണ്. ഒരു കാറ്റ് വന്ന് ഈ മെഴുകുതിരി അണഞ്ഞു പോവുക, അതല്ലെങ്കിൽ ഒരു ചെറിയ ലൈറ്റ്നിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പക്ഷി പറന്നു വരിക, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു അടയാളം മതിയായിരുന്നു എനിക്കത്. പക്ഷേ അള്ളാഹ് എനിക്കൊന്നും തന്നില്ല. അദ്ദേഹം നിരാശനായി. അദ്ദേഹം വീണ്ടും ആകാശത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ മൈ ഗോഡ്, ഐ എം ഗിവിങ് യു എ സെക്കൻഡ് ചാൻസ്. ഞാൻ നിനക്കൊരു 2ാമത്തെ അവസരം കൂടി തരികയാണ്. ഇസ്ലാമിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ എനിക്ക് വേണ്ടത് ഒരു ചെറിയ അടയാളമാണ്. ഒരു ചെറിയ അടയാളം നീ എനിക്ക് കാട്ടിത്തന്നാൽ ഐ എം റെഡി ടു അക്സെപ്റ്റ് ഇസ്ലാം. അദ്ദേഹം വീണ്ടും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ മുറിയിൽ സൈലൻ്റ് ആയിട്ടിരുന്നു. ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് സൈലൻ്റ് ആയിട്ട് അദ്ദേഹം ഇരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവിടെയും നിരാശയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫലം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും അദ്ദേഹം പറയാണ്, അബ്സല്യൂട്ട്ലി നത്തിങ് ഹാസ് ഹാപ്പൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 15 or 20 മിനിറ്റ്സ്. 10, 15, 20 മിനിറ്റ് വരെ വെറുതെ ഇരുന്നിട്ടും എനിക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആകെ നിരാശനായി അദ്ദേഹത്തിൻ്റെ മുറിയിലെ ടേബിളിൻ്റെ മൂലയിലിരുന്ന ഒരു ഖുർആൻ അദ്ദേഹം ചേർത്ത് വെച്ചു, അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അതിൽ നിന്നൊരു പേജ് മറിച്ചിട്ട് അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ആദ്യം കാണാൻ സാധിച്ചത്, ഫോർ ദോസ് ഹു ആർ ആസ്കിങ് ഫോർ സൈൻസ് ഹാവ് വി നോട്ട് ഷോൺ യു എനഫ് സൈൻസ്. അടയാളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, ആവശ്യത്തിലധികം അടയാളങ്ങൾ നാം നിങ്ങൾക്ക് കാട്ടിത്തന്നില്ലയോ? അതെ, സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 53-ാമത്തെ ആയത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് അദ്ദേഹം വായിച്ചത്. ഫോർ ദോസ് ഹു ആർ ആസ്കിങ് ഫോർ സൈൻസ് ഹാവ് വി നോട്ട് ഷോൺ യു എനഫ് സൈൻസ്. അടയാളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, സനൂരിഹിം ആയാത്തിനാ ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിലുള്ള മുഴുവൻ ദൃഷ്ടാന്തങ്ങളും നാം നിങ്ങൾക്ക് കാട്ടിത്തരും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും മഴയും വെയിലും എല്ലാം നിങ്ങളോട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സത്യവനത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ്. രണ്ടാമതായി പറയുന്നുണ്ട്, വഫി അൻഫുസിഹിം, സ്വദേഹങ്ങളിലുള്ളതും. ചക്രവാളങ്ങളിലുള്ള മുഴുവൻ ദൃഷ്ടാന്തങ്ങളും സ്വദേഹങ്ങളിലുള്ള മുഴുവൻ ദൃഷ്ടാന്തങ്ങളും അള്ളാഹ് നിങ്ങൾക്ക് കാട്ടിത്തരും. വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ദീൻ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരേക്കും മുഴുവൻ ദൃഷ്ടാന്തങ്ങളും നാം നിങ്ങൾക്ക് കാട്ടിത്തരും. പക്ഷെ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അള്ളാഹു അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്, അല്ലേ? ഇതിൽ 2ാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, വഫി അൻഫുസിഹിം. വഫി അൻഫുസിഹിം എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹ് പറയുന്ന 2 ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് നമുക്ക് ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങളാണെങ്കിൽ 2 നമ്മുടെ ദേഹം തന്നെയാണ് 2ാമത്തെ നമ്മുടെ ദൃഷ്ടാന്തം. അതായത് മനുഷ്യ ശരീരം എന്ന് പറയുന്ന അത്ഭുതമാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം. മനുഷ്യ ശരീരത്തെ പറ്റി പഠിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മെഷീനറി ദാറ്റ് ഹാസ് എവർ ക്രിയേറ്റഡ്. അതായത് ഇന്ന് വരെ സൃഷ്ടിക്കപ്പെട്ട മെക്കാനിസങ്ങളിൽ അല്ലെങ്കിൽ മെഷീനറികളിൽ ഹ്യൂമൻ ബോഡി ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് എ വർക്ക് ഓഫ് ആർട്ട്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസാണ്.
ആ മാസ്റ്റർ പീസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, ഇത് തനിയെ ഉണ്ടായതാണോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. ദൈവമില്ലെന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ, മുസ്ലിം നാമധാരികളായ നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാവും. അവരോടൊക്കെ നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. വഫി അൻഫുസിഹിം എന്ന ഈ ഖുർആനിന്റെ ആയത്ത്, അല്ലേ, സനുരിഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അതെ, ഈ ദീൻ സത്യമാണെന്ന് മനസ്സിലാകുന്നത് വരേക്കും നാം നിങ്ങൾക്ക് വിവിധ ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് പറയാൻ, ഇത് അദ്ദേഹത്തിന്റെ ഈ ആയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. അദ്ദേഹം പറയാണ്, ആ രാത്രി അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് പോലുള്ളൊരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം അന്ന് തന്നെ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് അവിടുന്ന് പുറപ്പെടുന്നത്, അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം അദ്ദേഹം ഒരു മുസ്ലിം മസ്ജിദിൽ ചെല്ലുകയാണ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി. അന്ന് ആ മസ്ജിദിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. കാരണം മസ്ജിദ് നിറയെ ആളുകൾ, പള്ളി നിറയെ ആളുകൾ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, ഇസ്ലാം സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായം വിശ്വാസപരമായി ഇത്രയ്ക്ക് സ്ട്രോങ് ആണോ? പള്ളിയിൽ ചെന്നപ്പോൾ പള്ളി നിറയെ ആളുകൾ. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് നൈറ്റ് ഓഫ് റമളാൻ. റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയായിരുന്നു മഗ്രിബ്. റമളാൻ മുസ്ലിംസ്, അല്ലേ. ഒരിക്കലും ആളെണ്ണം കണ്ടിട്ട് അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ അളക്കം പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, അത് മഗ്രിബിൻ്റെ ഒന്നാമത്തെ റമളാനിൻ്റെ ആദ്യ രാത്രിയിലുള്ള തിരക്കാണ്. പിന്നീട് ആ തിരക്കൊന്നും ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവിശ്വാസികൾക്ക് പോലും ഖുർആൻ അവർക്ക് വഴിതെളിക്കുന്ന ഒരു വേദഗ്രന്ഥമായി മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ആ ഒരു മാർഗദർശനം തെളിയിക്കാൻ ഖുർആനിനാവുക? നമ്മളാണ് പഠിക്കേണ്ടത്, നമ്മളാണ് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കാം. അത് റെഡിയാണോ? പ്രസൻറ്റേഷൻ റെഡിയാണോ? അന്ന് അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുന്ന ഒരു വീഡിയോ ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. അല്ലല്ല, എൻ്റെ പുറകിൽ മുമ്പിലുള്ള പ്ലേ ചെയ്ത് സ്പേസ് അടിച്ചാൽ മതി. എപ്പോഴാണ് നിർത്തണ്ടേ? അടുത്ത പോയിന്റ് ഒരു വേറെ ഒരാളുടെ ചരിത്രം പറയാം. അത് മതി. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പ്രൂവ് ചെയ്യാൻ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനെടുത്ത രണ്ടാമത്തെ വ്യക്തിത്വമാണ് യൂഷ ഇവാൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ സൗത്ത് കരോലീന ഡിസ്ട്രിക്റ്റിൽ ജനിച്ച ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ അദ്ദേഹം വാസ് വെരി ഡിവോട്ടഡ് ടു ദ ക്രിസ്ത്യാനിറ്റി. അതായത് ക്രിസ്ത്യാനിറ്റിയെ പറ്റി ധാരാളം പഠിക്കുകയും ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഹി വാസ് റെഗുലർലി അറ്റൻഡിങ് ദ ചർച്ച് ആൻഡ് ഡെലിവറിങ് സെർമൺസ്. അതായത് കുർബാനകളൊക്കെ വായിക്കുകയും അതായത് പള്ളിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആചാരങ്ങൾ, ക്രിസ്ത്യൻ പള്ളിയുമായി ചർച്ചുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഐ വാസ് ഫുള്ളി കമ്മിറ്റഡ് ടു മൈ ഫെയ്ത്ത് ആൻഡ് ഐ ലവ്ഡ് ഗോഡ് ആൻഡ് ഐ വാണ്ടഡ് ടു ഡു എവറിത്തിങ് ടു സെർവ് ഹിം. അതായത് ദൈവത്തിനെ സേവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനിയായി ക്രൈസ്തവതയുടെ ഉള്ളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ജീവിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, കൂടുതൽ നന്നായി ക്രൈസ്തവത പ്രബോധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും നന്നായി ക്രൈസ്തവത പ്രബോധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബൈബിളിനെ പറ്റി വിശദമായി പഠിക്കണം. അപ്പോൾ ബൈബിളിനെ പറ്റി വിശദമായി പഠിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം ബൈബിളിനെ പറ്റി വിശദമായി പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ബൈബിൾ ആദ്യാവസാനം തുടർച്ചയായി വായിച്ചു, പല പ്രാവശ്യം വായിച്ചു, ആദ്യാവസാനം വായിച്ചു. അപ്പോൾ ആദ്യാവസാനം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്,
അദ്ദേഹത്തിന് അത് കൂടുതൽ കൺഫ്യൂഷൻസിലേക്കല്ലാതെ, അദ്ദേഹം പഴയ ടെസ്റ്റ്മെന്റിൽ നിന്ന് പുതിയ ടെസ്റ്റ്മെന്റിലേക്ക് വായിച്ചപ്പോൾ ദൈവം ഒന്നിൽ നിന്ന് മൂന്നായതായിട്ട് അദ്ദേഹം കാണാൻ പറ്റി. ഏകത്വത്തിൽ നിന്ന് ത്രിയേകത്വത്തിലേക്ക് ദൈവം മൂവ് ചെയ്യുന്നതായിട്ട്, അതായത് ദൈവത്തിൻ്റെ ഏകത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ത്രിയേകത്വത്തിലേക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് മാറുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അദ്ദേഹത്തിന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ സംശയവുമായി അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട പാതിരിമാരോട്, ക്രൈസ്തവ ദേവാലയങ്ങളിലെ നേതാക്കന്മാരോടൊക്കെ സമീപിച്ചു. അവരോടൊക്കെ ഈ ചോദ്യം അദ്ദേഹം ചോദിക്കും. പക്ഷെ എവിടെ നിന്നും അദ്ദേഹത്തിന് കൃത്യമായി ഒരു മറുപടി കിട്ടാൻ അദ്ദേഹത്തിന് സഹായിച്ചില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ദ മോർ ഐ സ്റ്റഡീഡ് ദ മോർ കൺഫ്യൂസ്ഡ് ഐ ബിക്കെയിം. കൂടുതൽ ക്രൈസ്തവത പഠിച്ചപ്പോഴും എനിക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടായി എന്നല്ലാതെ എൻ്റെ സംശയങ്ങൾക്കൊന്നും ഉത്തരവുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരിക്കൽ ഒരു മുസ്ലിം പള്ളിയുടെ, ഒരു മുസ്ലിം ദേവാലയത്തിൽ, ഒരു മുസ്ലിം പള്ളിയുടെ അകത്ത് പ്രവേശിക്കുകയാണ്. അദ്ദേഹം അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഇമാം കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ പള്ളിയിൽ പ്രവേശിച്ചിട്ട് ആ കുത്തുബ അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടു. ആ കുത്തുബ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് അന്നത്തെ കുത്തുബ വളരെ ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, അന്നത്തെ വിഷയം റഹ്മ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റിയാണ് ഇമാം അന്ന് തുടർച്ചയായി സംസാരിച്ചത്. ആ കുത്തുബ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുകയും അദ്ദേഹം ആ ഇമാമിനെ നേരിട്ട് കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. കുത്തുബയ്ക്ക് ശേഷം അദ്ദേഹം ഇമാമിൻ്റെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ പറ്റി അറിയണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ഇസ്ലാമിനെ പറ്റി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇസ്ലാം ഈസ് ബിൽഡ് അപ്പോൺ 5 pillars and 6 beliefs, അങ്ങനെ തുടർച്ചയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ 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 ഡോണ്ട് ഡു ദാറ്റ്, ഐ ജസ്റ്റ് വാണ്ട് സം പ്രൂഫ് ദാറ്റ് പ്രൂവ്സ് യുവർ റിലീജിയൻ. നിങ്ങളുടെ മതത്തെ തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ്, ഒരു പ്രൂഫ്. ഐ ജസ്റ്റ് വാണ്ട് എ പ്രൂഫ്, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് മോർ. അങ്ങനെ അപ്പോൾ ഇമാം പറഞ്ഞു, ജസ്റ്റ് വെയിറ്റ് ഫോർ 2 minutes, ഐ വിൽ കം വിത്ത്. അങ്ങനെ അദ്ദേഹം ഇമാം അകത്ത് പോയി ഇമാമിൻ്റെ ഷെൽഫിൽ നിന്ന് ഒരു ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തിനോട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചോദിക്കുന്നത് ഇത് എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇമാം പറഞ്ഞു, ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ഖുർആൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആനിനെ പറ്റി വീണ്ടും വിവരിക്കാൻ തുടങ്ങുകയാണ് ഈ പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ നോ നോ, യുഷൈവൻസ് പറഞ്ഞു, നോ നോ ഡോണ്ട് ഡു ദാറ്റ്, ഇഫ് ഇറ്റ് ഈസ് വാട്ട് യു സേ ഇറ്റ് വിൽ പ്രൂവ് ഇറ്റ് സെൽഫ്. നിങ്ങൾ പറയുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ ഈ ഗ്രന്ഥത്തിനുണ്ടെങ്കിൽ അത് ഈ ഗ്രന്ഥം തന്നെ തെളിയിക്കും. നിങ്ങളായിട്ട് അതിന് പരിപോഷിപ്പിക്കേണ്ട ആവശ്യമില്ല. If it is what you say, then it will prove itself. നിങ്ങളായിട്ട് അതിൻ്റെ വിവരണം നൽകി വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ അദ്ദേഹം ആ ഖുർആൻ്റെ കോപ്പിയുമായിട്ട്, ആ ട്രാൻസ്ലേഷനുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും വീട്ടിൽ ചെന്ന് വിശദമായി അത് പഠിക്കാൻ തീരുമാനിച്ചു. ആദ്യമായി അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയുടെ ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കി. അപ്പോൾ അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ബൈബിളുമായിട്ട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള കുറേ വേഴ്സസ്, ഒരു ആയത്തുകൾ അദ്ദേഹത്തിന് അതിനകത്ത് കാണാൻ പറ്റി. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ യേശു പഠിപ്പിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. രണ്ടാമത് വീണ്ടും അദ്ദേഹം അടുത്ത സൂറത്തുൽ ബക്കറയിലേക്ക് കടന്നു. സൂറത്തുൽ ബക്കറയിലെ 2ാമത്തെ ആയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. അതെ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ദാലിക്കൽ കിതാബ് ഇദാ ദിസ് ഈസ് ദ ബുക്ക് ആൻഡ് ദർ ഈസ് നോ ഡൗട്ട് ഇൻ ഇറ്റ് എന്ന വേഴ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അദ്ദേഹം ആ വേഴ്സ് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി 3 ദിവസം തുടർച്ചയായി ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചു. അങ്ങനെ 3 ദിവസം വായിച്ചിട്ടും അദ്ദേഹത്തിന് ആ നോ ഡൗട്ട് ഇൻ ഇറ്റ് എന്ന വാചകം അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കാൻ ആവശ്യമായി ഒന്നും അദ്ദേഹത്തിന് ഖുർആനിൻ്റെ ട്രാൻസ്ലേഷനിൽ ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയും അങ്ങനെ പള്ളിയിലേക്ക് പോവുകയും പള്ളിയിലെ ഇമാമിനെ കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അവിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും അവരിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ ഖുർആൻ പഠിക്കാനും അല്ലെങ്കിൽ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാവാനും അല്ലെങ്കിൽ മുസ്ലിം ആവാനും തയ്യാറാവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എത്രയോ വർഷങ്ങളായി നമ്മുടെ പള്ളികളിൽ, നമ്മുടെ പള്ളി മെമ്പറുകളിൽ നിന്ന് ഖുർആനിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളൊരിക്കലും അത് പഠിക്കാനോ അത് മനസ്സിലാക്കാനോ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയിൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെ, ഏറ്റവും മികച്ച ഒരു പ്രായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെ നാം എന്താവണമെന്ന്, നാളെ നാം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോട്, കൊച്ചു കൂട്ടുകാരോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ്റെ ഒരു ചെറിയ ഉണർത്തലാണ്. സൂറത്തുൽ ഖമറിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. അതായത് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ ഇത് പഠിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ഇത് പാരായണം ചെയ്യുന്നവരായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലേ? മുസ്ലിം ഉമ്മത്തിനോട് മുഴുവനുമുള്ള ഒരു ഉണർത്തലാണ് അള്ളാഹുവിൻ്റെ. ഇതേ ആയത്ത് തന്നെ വീണ്ടും അല്ലാഹ് അതേ അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി
ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലേ, ജീവിതം കൊണ്ട് ഇതിന് ഉത്തരം നൽകാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്കിതിന് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അത് ശ്രമിക്കാത്ത പക്ഷം നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ഖുർആനിൻ്റെ വിഷയത്തിൽ പരാതി പറയും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലേ, സൂറത്തുൽ ഫുർഖാനിൻ്റെ 30-ാമത്തെ ആയത്തിൽ റസൂൽ പറയുന്ന പരാതി ഖുർആനിൽ നമുക്ക് വായിക്കാൻ പറ്റും. എങ്ങനെയുള്ളവരെ പറ്റിയാ? ഈ ഖുർആനിനെ പഠിക്കാത്തവരെ പറ്റി, അല്ലെങ്കിൽ ഈ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരെ പറ്റി റസൂൽ പറയുന്ന പരാതിയാണത്. എന്താണെന്നറിയത്? വഖാല റസൂൽ പറയാണ്, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ സമുദായം എൻ്റെ ഖുർആനിനെ, അതായത് ഈ സമുദായം, എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു റബ്ബേ. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്നാണ്. അപ്പോൾ നാളെ റസൂൽ ആ പരാതി പറയുന്ന സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ ഉൾപ്പെടാതിരിക്കാൻ എന്താണ് എൻ്റെ യുവത്വം കൊണ്ട് ഞാൻ ചെയ്തത് എന്ന് ഓരോരുത്തരും ആലോചിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.